17 മുതൽ 25 വാക്യം വരെ നമുക്ക് എല്ലാവർക്കും വായിക്കാം. റോമർ 4-ാം അധ്യായം 17-ാം വാക്യം മുതൽ ഒന്ന് വായിച്ച് സഹായിച്ചു. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോൽ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന് ദൃഷ്ടിയിൽ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. ആശയ്ക്ക് വിരോധമായ ആശയോടെ ചെയ്തു, വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ എന്ത് ചെയ്തില്ല. എല്ലാവരും പറഞ്ഞാൽ വിശ്വാസത്തിൽ ക്ഷീണിക്കത്തില്ല. എല്ലാവരും പറഞ്ഞാട്ടെ, ഞങ്ങൾ വിശ്വാസത്തിൽ ക്ഷീണിക്കത്തില്ല, ഞങ്ങൾ വിശ്വാസത്തിൽ ക്ഷീണിക്കത്തില്ല. ആമേൻ. അടുത്ത വാക്യം 20-ാം വാക്യം. ദൈവത്തിന്റെ ആമേൻ. അടുത്തത് പറഞ്ഞാൽ ഞങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കും. ആമേൻ. പറഞ്ഞാൽ ഞങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കും, ഞങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് ആമേൻ അബ്രഹാം മഹത്വം കൊടുത്തു. അടുത്ത വാക്യം പൂർണ്ണമായി ഉറച്ചു. ആമേൻ. എല്ലാവരും പറഞ്ഞാട്ടെ, ഞാൻ പൂർണ്ണമായി ഉറയ്ക്കും വിശ്വാസത്തിൽ. ആമേൻ. പറഞ്ഞാൽ ഞാൻ പൂർണ്ണമായി ഉറയ്ക്കും, ഞാൻ പൂർണ്ണമായി ഉറയ്ക്കും. ആമേൻ. ഹല്ലേലൂയ. അടുത്ത വാക്യം. അവന് നമ്മെ വിചാരിച്ച് കൂടെയാകുന്നു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിലേൽപ്പിച്ചും ആമേൻ നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും ആമേൻ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും എന്തുണ്ട്? കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. ആമേൻ. കരങ്ങളുടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവേ, വചനം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളോട് വ്യക്തമായി സംസാരിക്കുമാറാകണം. ആമേൻ. കർത്താവേ, യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ കർത്താവ് ഞങ്ങൾ അനുഭവിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനുഷ്യ ബുദ്ധികളും മനുഷ്യ ശബ്ദങ്ങളും ഇവിടെ പുറപ്പെടുവാൻ അനുവദിക്കല്ലേ. കർത്താവിന്റെ വലിയൊരു സാന്നിധ്യം കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൃദയം തുറന്നതായിരിക്കട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, ആമേൻ. എല്ലാവരും ശ്രദ്ധയോടെ വചനം കേൾക്കുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് നമ്മളോട് സംസാരിക്കും. ആമേൻ. ആമേൻ. നമ്മൾ ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ ആമേൻ റോമരുടെ പുസ്തകം ആമേൻ ക്രിസ്തുവിൽ ആമേൻ നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്ന് കാണിക്കുന്ന ഒരു പുസ്തകമാണ് ഈ റോമറുടെ പുസ്തകം എന്ന് പറയുന്നത്. ആമേൻ. റോമറിൽ നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ സ്ഥാനം ക്രിസ്തുവിൽ എന്താണെന്നുള്ള ആഴമായി പഠിപ്പിക്കുന്ന, ആഴമായി അനുഭവിക്കുന്ന ഒരു ലേഖന പുസ്തകമാണ് അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് വേണ്ടി കൈമാറിയത്. ആമേൻ. ഇന്ന് ആമേൻ ഈ 4-ാം അധ്യായത്തിലേക്ക് സഭയ്ക്ക് ദൈവം ചില അനുഭവങ്ങളെ കൈമാറുവാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെ പറഞ്ഞു ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടായിരിക്കണം. ആമേൻ. ഇന്ന് ആമേൻ 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാമിനെ പ്രധാനപ്പെടുത്തി ആമേൻ ഈ അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് കൈമാറുന്ന വലിയൊരു ദൂതായിരുന്നു. ആമേൻ. ഈ വിശ്വാസത്തിന്റെ ആഴങ്ങൾ എന്താണെന്ന് അനുഭവിക്കുന്ന ഒരു ദൂതനെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ആയിരിക്കുമ്പോൾ ആമേൻ വിശ്വാസത്തിൽ ആമേൻ ഈ അബ്രഹാം ഒരിക്കലും ക്ഷീണിതനായിട്ട് മാറിയതിനെ നമ്മൾ അത് കാണുന്നില്ല. അബ്രഹാം ആമേൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയതിനെ നാം അവർക്ക് കാണുവാൻ കഴിയത്തില്ല. ആമേൻ. ഞാൻ നിങ്ങളുടെ വിശ്വാസം ഇതുവരെ ആമേൻ നിങ്ങൾക്ക് കർത്താവ് തരാൻ പോകുന്ന ആ നന്മകളെ ഓർത്തുള്ള വിശ്വാസത്തിന്റെ അനുഭവങ്ങളെല്ലാം ഞാൻ പറയാൻ പോകുന്നത്. അതിനകത്ത് ഇതുണ്ട്. ആ പാക്കേജ്
ബാരിക്കേഡ് വിശ്വാസത്തിനകത്തുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ കർത്താവിന് മുമ്പിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഉറച്ചു കാണിക്കുവാൻ ആഗ്രഹിക്കുന്ന ആമേൻ ഒരു അനുഭവത്തെ ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടായിരിക്കട്ടെ. ആമേൻ വിശ്വാസത്തിന്റെ പിതാവായ ആമേൻ ആമേൻ അബ്രഹാമിനെ പ്രധാനപ്പെടുത്തി ആമേൻ ഈ അപ്പോസ്തലനായ പൗലോസ് ആമേൻ ആ സ്നേഹത്തിൽ ഈ ദൂത് കൈമാറുമ്പോൾ ആമേൻ പറയുക, അവൻ വിശ്വാസത്തിൽ ഒരിക്കലും ക്ഷീണിതനായിട്ട് മാറിയില്ലെന്ന് പറഞ്ഞ വാക്കിനെ നമുക്ക് തെളിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ വിശ്വാസം എന്ത് ചെയ്തിട്ടില്ല? ക്ഷീണിച്ച് പോയിട്ടില്ല. വിശ്വാസാനുഭവങ്ങൾ എന്ത് ചെയ്തില്ല? ക്ഷീണിച്ചു പോയിട്ടില്ല. അവൻ തന്റെ 100 വയസ്സ് ആകുന്നവരെ അവന്റെ വിശ്വാസത്തിന്റെ അളവുകൾ അവൻ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അവൻ 75-ാമത്തെ വയസ്സിൽ ആദ്യമായി ദൈവശബ്ദം കേട്ട് പുറപ്പെട്ട അബ്രഹാം അവൻ 100-ാമത്തെ വയസ്സിലായിരുന്നു അവൻ തനിക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തത്തെ തന്റെ കരങ്ങളിലേക്ക് വാങ്ങിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ ചില വർഷങ്ങൾക്ക് മുൻപിൽ ആമേൻ 2024 വർഷത്തിന് മുന്നമേ ആമേൻ യേശുക്രിസ്തു നമുക്ക് വേണ്ടി തരാമെന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു വാഗ്ദത്തം എന്ന് പറയുന്നത് നിത്യജീവനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരാമെന്നുള്ള ഒരു വാഗ്ദത്തം. ഹല്ലേലൂയ. ആമേൻ. പലരും പല വാഗ്ദത്തങ്ങൾ നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി തരാമെന്ന് പറഞ്ഞ ഏറ്റവും വിലയേറിയതും ഏറ്റവും മാന്യതുമായ ആർക്കും ലഭിക്കുവാൻ കഴിയാത്ത ഒരു വലിയൊരു വാഗ്ദത്തമാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി കടന്നു വന്ന് ആമേൻ നമുക്ക് വേണ്ടി പറഞ്ഞിട്ട് പോയത്. എന്താ ആ ദൈവശബ്ദം? ആമേൻ, ഞാൻ നിങ്ങൾക്ക് നിത്യജീവനെ തരാമെന്ന് പറഞ്ഞ ഏറ്റവും അനുഭവമുള്ള സ്വർഗ്ഗത്തിന്റെ വാഗ്ദത്തമാണ് ക്രിസ്തു നമുക്ക് വേണ്ടി കൈമാറി നമുക്ക് വേണ്ടി കടന്നുപോയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അതിനെ പ്രധാനമാക്കി ആമേൻ മാനസാന്തര ശുശ്രൂഷകളിൽ നിന്ന് പലരെയും വിശ്വാസ പ്രമാണത്തിലേക്ക് മാറ്റുന്ന ആമേൻ ഒരു ആഴമായ ദൈവത്തിന്റെ വചനത്തിലേക്ക് ഈ പൗലോസ് ആമേൻ ഇങ്ങനെ പറയുക, അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിതനായിട്ട് മാറിയിട്ടില്ല. ആമേൻ. അബ്രഹാം ഇങ്ങനെ ഒരു അനുഭവമുണ്ട്. തന്റെ വിശ്വാസത്താൽ ആമേൻ കർത്താവിനെ കൂടുതൽ പ്രസാദിപ്പിച്ച ആമേൻ ഒരു പഴയ നിയമത്തിന്റെ ആമേൻ ഒരു മനുഷ്യനാണെങ്കിൽ അബ്രഹാം മാത്രമേ ഉള്ളൂ. ആമേൻ. ഏകദേശം 25 വർഷത്തോളം കർത്താവിനെ കൂടെ നടപ്പാൻ, കർത്താവിന്റെ കൂടെ പറയുന്നതിനെ ചെയ്യുവാനും, കർത്താവ് കാണിക്കുന്ന ദേശത്തിലേക്ക് നടപ്പാനും, കർത്താവ് പറയുന്ന സ്ഥലങ്ങളെല്ലാം കൂടാരമടിപ്പാനും, കർത്താവ് കൊടുക്കേണ്ട ആരാധനകൾ സമയത്തിന് കൊടുപ്പാനും, കർത്താവ് ലഭിച്ചിരിക്കുന്ന കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന വഴികളിലേക്ക് നടപ്പാൻ കർത്താവ് അബ്രഹാമിന് ഒരു പുതിയൊരു ബലം ദൈവം കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് വിശ്വാസ പ്രമാണത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എന്റെയും നിങ്ങളെ കുറിച്ച് കർത്താവ് വ്യക്തമായി പറയുന്നത്, ആമേൻ, നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസ പ്രമാണത്തിൽ നാം ക്ഷീണിച്ചു പോകുവാൻ പാടില്ല. ഹല്ലേലൂയ. ഇന്ന് പലരും ക്ഷീണിച്ചു വീണു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും ക്ഷീണിച്ചു പോകുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നാം ക്ഷീണിതരായിട്ട് പോകുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ആമേൻ. ദിനം 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 ആമേൻ ഈ വർഷത്തെ വാഗ്ദത്തം പോലെ ആമേൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ആമേൻ എനിക്ക് സകലവും ചെയ്യുവാൻ ഞാൻ മതിയാകുന്നു എന്നുള്ള അനുഭവത്തോട് സഭ ഈ കാലങ്ങളിൽ മുന്നോട്ട് കടന്നു പോകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ശക്തനാക്കുന്നവൻ, വാഗ്ദത്തം കൊടുത്തവൻ നമ്മോട് കൂടെ നടക്കുന്നുണ്ട് എന്നുള്ള അനുഭവത്തോട് നമ്മൾ കടന്നു പോകുവാൻ ആഗ്രഹിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആമേൻ യേശുക്രിസ്തു ആമേൻ എന്താ പ്രധാനമായി നമുക്ക് വേണ്ടി ആമേൻ കാണിച്ച ഏറ്റവും വിശ്വാസത്തിന്റെ ആഴത്തിന്റെ പ്രമാണത്തിൽ നമ്മൾ ഉറപ്പാനുള്ള കാരണം എന്താ? ആമേൻ നമുക്ക് വായിക്കാം. ആമേൻ ആ 17-ാം വാക്യത്തിലേക്ക് ഒരു വാക്യം വായിച്ചിട്ട് 19-ാം വാക്യത്തിലേക്ക് കടന്നു പോകാം. ആമേൻ. 17-ാം വാക്യം ഇട്ടിരിക്കുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോൽ വിളിക്കുകയും ചെയ്യുന്നവനായി മതി. മരിച്ചവരെ ജീവിപ്പിക്കുകയും ആമേൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായി. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ മരിച്ചവരെ ആമേൻ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തിയില നാം എല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. ആമേൻ. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഒരു പുനരുത്ഥാനത്തിന്റെ ശക്തി കർത്താവ് നമ്മളിൽ ദൈവം കൊടുത്തു. ആർക്കും പിടികിട്ടുന്നില്ല. മരിച്ചവരെ ആമേൻ ജീവിപ്പിക്കുന്ന ആമേൻ ഒരു പുനരുത്ഥാനത്തിന്റെ കർത്താവിന്റെ ശക്തിയെ ആമേൻ സഭയ്ക്ക് ദൈവം കൈമാറിയിരിക്കുന്നു. ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുന്ന കർത്താവിന്റെ സ്നേഹത്തിന്റെ മഹത്വത്തിന്റെ ശക്തിയെ ഈ മൺകൂടാരങ്ങളിൽ വഹിപ്പാൻ ആമേൻ സ്വർഗ്ഗസ്ഥനായ കർത്താവ് നമുക്ക് വേണ്ടി കൈമാറിയിരിക്കുന്നു. ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുന്ന പുനരുത്ഥാന ശക്തി കടന്നു വന്നാൽ ആമേൻ നമുക്ക് എന്താ കിട്ടുന്നത് പ്രിയപ്പെട്ടവരെ? ആമേൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു കൊടുക്കുന്ന ദൈവത്തിന്റെ ശക്തി ഈ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കുമെന്ന് കർത്താവ്
സഭയോട് ഞാൻ പറയട്ടെ, ആമേൻ, അത് ശത്രുവിന് അടക്കി വെക്കുവാൻ കഴിയില്ല. നമ്മുടെ അകത്ത് പകർന്ന ആമേൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മിൽ കടന്നു വന്നപ്പോൾ ആമേൻ സ്വർഗ്ഗത്തിന്റെ വാതിൽ കർത്താവ് നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ, വിശ്വസിക്കുന്ന സ്തോത്രം ചെയ്താട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എഫെസോസ് പട്ടണത്തിലേക്ക് ആമേൻ ഈ പൗലോസ് എന്ന് പറഞ്ഞു പിതാവിന്റെ വാഗ്ദത്തങ്ങളെ ആമേൻ പൗലോസ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ തയ്യാറായി. ഹല്ലേലൂയ. പിതാവിന്റെ വാഗ്ദത്തങ്ങൾക്കുള്ള ആമേൻ ഈ പൗലോസ് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ കേട്ടതുപോലുമില്ല. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കാത്തവർ ആമേൻ പുനരുത്ഥാനത്തിലേക്ക് എഴുന്നേൽക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം 8-ാം അധ്യായം, റോമർ 8-ാം അധ്യായം ആമേൻ ആമേൻ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എന്റെ ആത്മാവിൽ അവൻ എനിക്കുള്ളവനല്ല. ഹല്ലേലൂയ. ആമേൻ. അവർ പ്രസംഗിക്കുന്നത് മാനസാന്തര ശുശ്രൂഷകളായിരുന്നു എഫെസോസ് പട്ടണത്തിൽ അവർ പറഞ്ഞത്. പക്ഷെ അവർ പറയുക, ഇപ്പോൾ ഞങ്ങൾ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ അറിഞ്ഞില്ല. ആമേൻ. ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചില അറിയാത്ത വിഷയങ്ങളെ അറിയിപ്പിക്കുന്ന കർത്താവിന്റെ സ്നേഹം നിന്നിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആമേൻ, ഞാൻ പറയട്ടെ, വാഗ്ദത്തം ചെയ്തവൻ വാക്കും മാറുന്നവൻ അല്ലെന്ന് സഭ ഈ കാലങ്ങളിൽ വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. എന്താ സംഭവിച്ചത്? ആമേൻ, അവർക്ക് ആമേൻ വേറൊരു പ്രമാണത്തെ പൗലോസ് കൈമാറി. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ആമേൻ, ആമേൻ, വേറൊരു പ്രമാണത്തെ ആമേൻ പൗലോസ് എഫെസോസ് പട്ടണത്തിൽ കൈമാറി. അതുവരെ ആമേൻ നിങ്ങൾ ആമേൻ കേട്ടിരിക്കാം, അർത്തിമിസ് ദേവി ആമേൻ ഏറ്റവും കൂടുതലായിട്ട് അവിടെ വ്യാപരിച്ചുകൊണ്ടിരുന്നപ്പോൾ, ആമേൻ വിഗ്രഹത്തിന് പല കോട്ടകൾ ആമേൻ വ്യാപരിച്ചുകൊണ്ടിരുന്നപ്പോൾ എഫെസോസ് പട്ടണത്തിൽ ആമേൻ പൗലോസ് കാൽ വെച്ചപ്പോൾ ആദ്യം പൗലോസ് കണ്ടത് മാനസാന്തരത്തിന്റെ സ്നാനം കഴിച്ച ആമേൻ ചിലർ പൗലോസിന് മുൻപേ കടന്നു വന്നു. ആമേൻ അവരോട് ചോദിക്കുക, നിങ്ങൾ ഏത് നാമത്തിൽ സ്നാനപ്പെട്ടു? ഞങ്ങൾ സ്നാനപ്പെട്ടത് മാനസാന്തര സ്നാനം, എന്നാൽ യോവാൻ സ്നാനം കഴിച്ച സ്നാനത്തിൽ ഞാൻ സ്നാനം കഴിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആമേൻ പഴയ പ്രമാണത്തിലിരിക്കുന്ന സ്നാനത്തിലേക്ക് അവർ കടന്നു വന്നപ്പോൾ ഇത് ഒരു പുതിയൊരു പ്രമാണത്തെ ഈ എഫെസോസ് പട്ടണത്തിലേക്ക് പൗലോസ് കൈമാറുന്നു. ആമേൻ. ഹല്ലേലൂയ. എന്താ സ്നാനം? ആമേൻ വിശ്വാസത്തിന്റെ സ്നാനത്തെ അവിടെ കൈമാറുന്നു. ഹല്ലേലൂയ. ഒരു വിശ്വാസത്തിന്റെ പ്രമാണത്തെ പൗലോസ് എഫെസോസ് പട്ടണത്തിൽ കൈമാറിയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ സ്നാനപ്പെടുവാൻ തയ്യാറാ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഒരു സ്നാനപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ സംഭവിച്ചതെന്നറിയാമോ? ആമേൻ അതുവരെ എഫെസോസ് പട്ടണത്തിൽ വ്യാപരിക്കാത്ത കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം പൗലോസ് സ്നാനപ്പെട്ട ആമേൻ 3 പേരുടെ മേൽ കാമിൻ തലയിൽ കൈവച്ചപ്പോൾ ആമേൻ അവർ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എന്താ ആമേൻ പരിശുദ്ധാത്മാവ് വരാനുള്ള കാരണം? അവർ വിശ്വാസ പ്രമാണത്തിലേക്ക് അവർ കടന്നു വന്നു. ആമേൻ. ചില വഴികൾ തുറക്കണമെങ്കിൽ, ചില അടഞ്ഞ വഴികൾ നമുക്ക് വേണ്ടി കടന്നു വരണമെങ്കിൽ, ചില വിശ്വാസ പ്രമാണത്തിലേക്ക് ഇരിക്കുന്ന തന്റെ ജനത്തിന് വേണ്ടി കർത്താവ് ഒരുക്കുന്നവനാ. അതാ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. ആമേൻ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയാ പ്രിയപ്പെട്ടവരെ. ആമേൻ. എഫെസോസ് പട്ടണത്തിൽ ആമേൻ മാനസാന്തര സ്നാനം കഴിച്ചവർ വിശ്വസിച്ചവർ മുന്നോട്ട് കടന്നു വന്നു. വിശ്വസിച്ചവരുടെ മേൽ കരങ്ങളെ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ മഹത്വം അവരുടെ മേൽ കടന്നു വന്നു. ആമേൻ. അതുവരെ അർത്തിമിസ് ദേവി ആമേൻ അവിടുത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിനുശേഷം നോക്കുക, എഫെസോസ് പട്ടണം കർത്താവിന്റെ പട്ടണമായി മാറി. നടപ്പാനുള്ള കാരണം എന്താ പ്രിയപ്പെട്ടവരെ? ഒരു വിശ്വാസ പ്രമാണത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ ഇല്ലാതെ ഉള്ളതുപോൽ വിളിച്ചു കൊടുക്കുന്ന ദൈവത്തിന്റെ ശക്തിയാ നിന്നിലും എന്നിലും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറായാൽ ആമേൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗം ആമേൻ ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർ ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? ആമേൻ. അതുമുതൽ എഫെസോസ് പട്ടണത്തിൽ കർത്താവിന്റെ വാതിൽ ഓപ്പൺ ആയി. ഹല്ലേലൂയ. കർത്താവിന്റെ ഡോർ അവിടെ ഓപ്പൺ ആയി. ഇന്ന് ആമേൻ പോണ്ടിച്ചേരി പട്ടണത്തിൽ ആമേൻ കർത്താവിന്റെ വാഗ്ദത്തം കേട്ട് കർത്താവിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്ന ദൈവസഭയെ ആമേൻ ഞാൻ നിങ്ങളോട് പറയട്ടെ, 2024 അടഞ്ഞ വാതിൽ എന്ന് പറയുമ്പോൾ ആമേൻ ഞാൻ പറയട്ടെ, 2024 അല്ല 2025 നമുക്ക് വേണ്ടി തുറന്ന വാതിലായിട്ട് കർത്താവ് സഭയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ആമേൻ. നിനക്ക് വേണ്ടി അടഞ്ഞിരിക്കുന്ന പല വാതിലുകളെ തുറക്കുന്ന ആമേൻ ദൈവത്തിന്റെ ശക്തിയ നമ്മിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന അതാ കർത്താവിന്റെ വചനം വ്യക്തമായി പറയുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവശക്തിയിൽ ആമേൻ അബ്രഹാം വിശ്വസിച്ചു. ഹല്ലേലൂയ. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തിയിൽ അബ്രഹാം ആമേൻ വിശ്വസിച്ചു. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു കൊടുക്കുന്ന കർത്താവിൽ അബ്രഹാം വിശ്വസിച്ചു. അതുകൊണ്ട് അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയില്ല. അവൻ വിശ്വാസത്തിൽ കർത്താവിന് പ്രസാദമുള്ളവനായി കർത്താവ് മാറ്റിയെടുത്തു. പ്രിയപ്പെട്ട, എങ്ങനെ സാധിച്ചത് എനിക്ക് അറിയത്തില്ല. പക്ഷെ 25 വർഷം കർത്താവിനോട് കൂടെ നടക്കുന്ന ഒരു ജേർണി. ഹല്ലേലൂയ. 25
സഹിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല. ആമേൻ. നീ സഹിക്കുന്നുണ്ടെങ്കിൽ ആമേൻ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കുന്ന വാഗ്ദത്തങ്ങളിലേക്ക് കാത്തിരുന്ന പല വിഷയങ്ങളിൽ കർത്താവിന് വേണ്ടി സഹിച്ചു മുന്നോട്ട് പോകുന്ന ദൈവസഭയെ ആമേൻ നീ ലജ്ജിച്ചു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. ആമേൻ. എഫെസോസ് പട്ടണം ആർക്കും ആമേൻ മടങ്ങാത്ത പട്ടണം. പൗലോസിന്റെ കൈക്കുള്ള ആയതിനുള്ള കാരണം എന്താ പ്രിയപ്പെട്ടവരെ? ആമേൻ. ആമേൻ. വിശ്വസിച്ച പൗലോസ് പറയുക, ആമേൻ ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. എന്നെ അയച്ച പട്ടണത്തിൽ കർത്താവിനെ കൊണ്ടുപോയിരിക്കുമ്പോൾ ഈ പട്ടണത്തിൽ കർത്താവ് ആമേൻ സഹിച്ചിരിക്കുന്ന എന്നെ ലജ്ജിച്ചു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. ആമേൻ. ആമേൻ. വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. ലജ്ജിതരായി പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. ആമേൻ. പലരും ലജ്ജിതരായി പോകുമ്പോൾ കാരണം എന്താണെന്നറിയാമോ? പല നേരം സഹിഷ്ണുത നഷ്ടപ്പെടുന്നത് കൊണ്ട്. അബ്രഹാമിന് സഹിഷ്ണുത നഷ്ടപ്പെട്ടില്ല. അബ്രഹാമിനും പൗലോസിനും സഹിഷ്ണുത നഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പൗലോസ് വ്യക്തമായി പറയുന്നു, സഹിഷ്ണുത നഷ്ടപ്പെടാത്ത പ്രിയപ്പെട്ട ജനമേ, ആമേൻ നിന്റെ തല ആമേൻ ലജ്ജിച്ചു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? ഈ പട്ടണത്തിൽ ആമേൻ ആമേൻ വിശ്വസ്തയോട് ആമേൻ സ്ഥിരതയോട് ആമേൻ ലജ്ജിക്കാതെ പോവാതെ ആമേൻ കർത്താവിനെ നിലനിൽപ്പാനുള്ള ദൈവകൃപകൾ നിങ്ങളുടെ മേൽ കർത്താവ് പകർന്നിട്ടുണ്ട്. സഹിഷ്ണുതയോടെ നിൽപ്പാൻ തയ്യാറാണോ? ഉയർത്തുന്ന സ്വർഗ്ഗം നിങ്ങളുടെ മധ്യയിലുണ്ട്. ഹല്ലേലൂയ. പലർക്കും ക്രിസ്ത്യ ജീവിതത്തിൽ ആമേൻ സഹിഷ്ണുത നഷ്ടപ്പെടുത്തുവാൻ ശത്രു പലവിധമായ തന്ത്രങ്ങളിട്ട് കടന്നു വരുമ്പോൾ ആമേൻ ഈ PMG ചർച്ചിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഭയോട് ഞാൻ പറയട്ടെ, ആമേൻ നിങ്ങൾക്ക് സഹിഷ്ണുത ആമേൻ ഒരു ഘട്ടങ്ങളിലെല്ലാം ദീർഘമായ ക്ഷമയോട് കടന്നു പോകുവാൻ തയ്യാറാകട്ടെ. സഹിഷ്ണുതയും ദീർഘക്ഷമയും നഷ്ടപ്പെടുന്നത് കൊണ്ട് പലരും വിശ്വാസത്തിൽ തളർന്നു പോകുന്നത്, വിശ്വാസത്തിൽ ആമേൻ ബലഹീനപ്പെട്ടു പോകുന്നത്. പക്ഷേ അബ്രഹാമിനോട് ചോദിച്ചാൽ, അബ്രഹാമേ നീ ക്ഷീണിച്ചു പോകാതിരിക്കാനുള്ള കാരണം എന്തുവാ? ആമേൻ. അബ്രഹാം പറയും, ഞാൻ ക്ഷീണിച്ചു പോകാതിരിക്കാനുള്ള കാരണം ഞാൻ ആമേൻ ഏത് വിഷയത്തിലും ക്ഷീണിച്ചു പോയിട്ടില്ല, ഏത് വിഷയത്തിലും ഞാൻ ആമേൻ സഹിഷ്ണുത എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ വിശ്വസിച്ചവൻ ആരാണെന്ന് അറിഞ്ഞ് നടന്നത് കൊണ്ട് ആമേൻ എനിക്ക് മുൻപിൽ വന്ന വാതിലെല്ലാം തുറന്ന വാതിലായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അതാ പൗലോസ് പറയുക, ആമേൻ ഞാൻ വിശ്വസിച്ചിരിക്കുന്ന എൻ്റെ യേശു ആമേൻ എന്ന് ഞാൻ അറിയുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. ഓ അവൻ ആരാ? ഇപ്പോൾ എല്ലാവരും പറയാൻ കഴിയുമോ? യേശു ആരാ പ്രിയപ്പെട്ടവരെ? ആമേൻ നിങ്ങളുടെ ഉപനിധിയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഉപനിധിയാണ്. ആമേൻ. ഇപ്പോൾ ആമേൻ റിലേഷൻഷിപ്പ് ആമേൻ നിങ്ങൾക്ക് സഭയോടായാലും ഇപ്പോൾ നിങ്ങളുടെ ആഴമായുള്ള റിലേഷൻഷിപ്പ് ആമേൻ ക്രിസ്തുവും നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഹല്ലേലൂയ. ആമേൻ. യേശുവും നിങ്ങളും ആമേൻ പിണങ്ങിയിരിക്കുമ്പോൾ, യേശുവും നിങ്ങളും ഒരുമിച്ച് ഒരു ശരീരമായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആമേൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ ക്രിസ്തുവും നിങ്ങൾ തലയെന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമെന്നാൽ ആമേൻ നിങ്ങളുടെ കാലിൽ കീഴും ആമേൻ സർപ്പത്തെ തകർപ്പാനുള്ള അധികാരത്തെ കർത്താവ് കൈമാറിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ തല നടന്നു പോയാൽ തലയ്ക്ക് ഒരു കാലുണ്ട് പ്രിയപ്പെട്ടവരെ. ആമേൻ ക്രൂശിൽ യേശു ചെയ്തതെന്തോ ആമേൻ ആമേൻ പല വർഷങ്ങളായി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ ആമേൻ പാപത്തോട് ജനങ്ങളെ മാറ്റിവെച്ച് ആമേൻ തുറക്കാത്ത സ്വർഗ്ഗത്തെ യേശു ക്രിസ്തുവിന്റെ മരണം കടന്നു വന്നപ്പോൾ യേശു ക്രിസ്തു ആമേൻ തന്റെ കാലിൻ മുഖാന്തരത്തിൽ ആമേൻ സർപ്പത്തെ ആമേൻ തന്റെ കാലിൻ കീഴിൽ അടക്കിയെങ്കിൽ പഴയ പാമ്പായ പിശാചിനെ കർത്താവ് ക്രൂശുമാരുടെ മുഖാന്തരത്തിൽ നമുക്ക് വേണ്ടി ജയാളിയായി തന്നെങ്കിൽ ഈ ജയത്തിന്റെ ജയോത്സവത്തോട് നീയും എനിക്കും നിങ്ങൾക്കും വലിയൊരു പങ്കാളിത്തമുണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അതാ ആമേൻ പൗലോസ് പറയുക, ഞാൻ ക്ഷീണിച്ചു പോകാതിരിക്കാൻ, ഞാൻ സഹിഷ്ണുത കടന്നു പോകുവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആമേൻ ആമേൻ യേശു ക്രിസ്തു എന്റെ ഉപനിധിയാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ചിലപ്പോൾ ഇതായിരിക്കാം അബ്രഹാമും ആമേൻ പറഞ്ഞത്, അബ്രഹാമെ ക്ഷീണിച്ചു പോകാൻ ആമേൻ ഇത്ര വയസ്സായാലും ചർച്ചിൽ കടന്നു വരാൻ കാരണം എന്തുവാ? ഇല്ല പപ്പ, ആമേൻ ഇത്ര വയസ്സായാലും ആമേൻ കർത്താവിനോട് ചേർന്ന് നടക്കാനുള്ള കാരണം എന്തുവാ? ആമേൻ ആമേൻ ഇത്ര സന്തോഷം കടന്നുള്ള കാരണം എന്തുവാ? ആമേൻ വന്നവർക്ക് നന്നായിട്ടുള്ള ബോധമുണ്ട്, ആമേൻ വിളിച്ചവൻ എന്റെ ഉപനിധിയാണെന്ന്. ആമേൻ എന്നെ വിശ്വസിക്കുന്നവൻ ആമേൻ എന്റെ ഉപനിധിയാണെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ വേണ്ടി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ നടപ്പാൻ തയ്യാറായാൽ എത്ര വർഷങ്ങളായാലും നിങ്ങൾ ക്ഷീണിച്ചു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ആമേൻ. പലർക്കും ആമേൻ ആമേൻ ആത്മീയ വർദ്ധനം കിട്ടുന്നില്ലെന്ന് പല സഭകളിൽ ആമേൻ എല്ലാവരും കൈമാറുന്നുണ്ട്. ആമേൻ. എല്ലാവർക്കും എന്ത് കിട്ടുന്നില്ല? ആത്മീയ വർദ്ധനം കിട്ടുന്നില്ല. ആമേൻ. ആത്മീയ വർദ്ധനം ആമേൻ ആമേൻ സഭയിൽ കടന്നു വന്നാൽ കിട്ടത്തില്ല. That is a personal relationship with Jesus. ആമേൻ. ആത്മീയ വർദ്ധനം എത്ര സഭ കൈമാറിയാലും എത്ര സഭയിൽ നിങ്ങൾ കടന്നു പോയാലും പതിയെ സഭകൾ നിങ്ങൾ ഉണ്ടാക്കിയാലും ആമേൻ ആത്മീയ വർദ്ധനം നിങ്ങൾ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതാ പൗലോസ് പറയുന്നത്, ആത്മീയ വർദ്ധനം അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ചെയ്യുന്നു. അപ്പോൾ ആത്മീയ
ഇല്ലെന്ന് പറയുന്നവരുടെ അകത്തൊന്നും കുറവുണ്ട്, വേറെ ഒന്നുമല്ല, പരിശുദ്ധാത്മാവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആത്മീയ വർധനമില്ലെന്ന് പറഞ്ഞ ആമേൻ വിട്ട് ആമേൻ അങ്ങും ഇങ്ങും പോകുന്നവരോട് ആമേൻ സഭയിൽ ആമേൻ ഞാൻ പറയട്ടെ, ആമേൻ അവരെ കണ്ടല്ല നമ്മൾ പോകേണ്ടത്. ആമേൻ വിളിച്ചവൻ വിശ്വസ്തൻ എന്നുള്ള ആമേൻ എന്റെ യേശു ക്രിസ്തു എന്റെ ഉപനിധിയാണെന്നുള്ള വിശ്വാസത്തോട് ക്ഷീണിക്കാതെ നടപ്പാൻ തയ്യാറാകുന്നുണ്ടോ, ആമേൻ നിന്റെ വിശ്വാസത്തിലുള്ള ബുദ്ധിമുട്ട് കടന്നു വരുവാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. എബ്രായർ 11-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഒരു വിശ്വാസത്തിന്റെ വലിയൊരു ലിസ്റ്റ് അവിടെ കാണാൻ കഴിയും. വിശ്വാസത്തിന്റെ വലിയൊരു ലിസ്റ്റ് അവിടെ കാണുവാൻ കഴിയും. പക്ഷേ വിശ്വാസ ലിസ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നു, ആമേൻ, നമ്മുടെ കാലങ്ങളെല്ലാം കഴിയുമ്പോൾ സ്വർഗത്തിൽ നമ്മുടെ പേര് കർത്താവ് എഴുതി വെച്ച് ആ പുതിയ ലിസ്റ്റിലേക്ക് ആക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു, ആമേൻ, സിസ്റ്റർ റാണി ആമേൻ വിശ്വാസത്തിന്റെ ബുക്കിൽ വന്നിരിക്കുന്നു. ബ്രദർ ജിനോ ആമേൻ വിശ്വാസത്തിന്റെ പുസ്തകത്തിൽ വന്നിരിക്കുന്നു. ഇവിടെ നിൽക്കുന്ന എല്ലാ വ്യക്തികളുടെ പേര് എഴുതി വെച്ച് കർത്താവ് പറയും, ഇവർ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത് ജയിച്ചവരാണെന്നുള്ള. പ്രിയപ്പെട്ട, ജയിച്ചവർക്ക് വേണ്ടി ജീവനെടുത്ത് കൊടുപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. തോറ്റവർക്കെല്ലാം വിശ്വസ്തയോട് ആമേൻ കർത്താവിന്റെ വേളയിൽ ആമേൻ ജയത്തോട് കടന്നു പോകുന്ന ആമേൻ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവ് പറയുന്നു, ഞാൻ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കിരീടങ്ങളെ ആമേൻ ആ സഭ പ്രാപിച്ചിരിക്കും. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് കർത്താവിന്റെ സ്നേഹത്തെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? ആമേൻ. ഇതാണെന്ന് ആമേൻ അബ്രഹാമിനെ കുറിച്ച് പൗലോസ് പറയാനുള്ള പ്രധാന കാരണം അതാ. ആമേൻ. പൗലോസ് ലിസ്റ്റ് നോക്കിയപ്പോൾ പൗലോസ് ലിസ്റ്റിൽ ഡെമസ്കോസ് എന്ന പാഠവാദത്തിൽ ആമേൻ യേശു ക്രിസ്തുവിനെ മുഖാമുഖമായി കണ്ട പൗലോസിന് ഇപ്പോൾ ലിസ്റ്റ് മുന്നോട്ട് കടന്നു വരുന്നു. എന്താ ലിസ്റ്റ് എന്ന് അറിയാമോ? ആമേൻ. അബ്രഹാമിന്റെ ആദ്യത്തെ ലിസ്റ്റ്. ആമേൻ. അബ്രഹാമിന്റെ ആദ്യത്തെ ലിസ്റ്റ്. ആമേൻ. ആദ്യം വിശ്വാസത്തിന് വേണ്ടി ആമേൻ ഇറങ്ങി തിരിച്ച അബ്രഹാമിന് ഇപ്പോൾ സ്വർഗം കൊടുത്തിരിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ? അവൻ വിശ്വാസത്തിന്റെ പിതാവായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അബ്രഹാം വിശ്വാസികളുടെ പിതാവായിരിക്കുമ്പോൾ ആമേൻ യേശു ക്രിസ്തു ആമേൻ വിശ്വാസത്തിന്റെ നായകനായിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർ ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? ആമേൻ. വിശ്വാസത്തിന്റെ പിതാവ് അബ്രഹാം ആണെങ്കിൽ ആമേൻ വിശ്വാസത്തിന്റെ നായകൻ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത് മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു നമ്മുടെ വിശ്വാസ നായകനായിരിക്കുന്നു. He is our super hero. എത്ര പേർ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? അതാ പൗലോസ് വ്യക്തമായി പറയുന്നത്, ആമേൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവശക്തിയാ ഇപ്പോൾ നമ്മിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ കൊടുക്കുന്ന ദൈവത്തിന്റെ അനുഭവമാണ് ഇപ്പൊ എങ്കിലും നിങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട ജനമേ, നിങ്ങളും ഞാനും പറയാൻ തയ്യാറാകണം, എന്റെ യേശു ക്രിസ്തു എന്റെ ഉപനിധിയാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അതാ ആമേൻ ഈ വാക്യങ്ങൾ ലാസ്റ്റ് വായിക്കുമ്പോൾ ആമേൻ അവൻ എന്റെ ഉപനിധി. ആമേൻ. ആ ദിവസം വരെ ആമേൻ. ആ ദിവസം വരെ. ഏത് ദിവസമാണ് പ്രിയപ്പെട്ടവരെ? ഏത് ദിവസമാണ്? which day? ഏത് ദിവസമാണ് പ്രിയപ്പെട്ടവരെ? ആമേൻ. കർത്താവിന്റെ വരവ് വരെ സൂക്ഷിപ്പാൻ ആരാ ശക്തൻ? വിശ്വാസത്തിന്റെ നായകനായ ക്രിസ്തു ശക്തനായവൻ. ആമേൻ. നിന്നെ കടന്നു പറയുക, ആ ദിവസം വരെ നിങ്ങളെ കാത്തു സൂക്ഷിപ്പാൻ, നിങ്ങൾ ഏത് വിഷയത്തിൽ പ്രത്യാശയോട് കാത്തിരിക്കുന്നു ആ പ്രത്യാശയിലേക്ക് നിങ്ങളെ കടത്തുവാൻ കർത്താവ് വിശ്വസ്തനായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഈ അബ്രഹാം ആമേൻ കർത്താവിൽ വിശ്വസിച്ചത് മാത്രമല്ല, ആമേൻ കർത്താവിൽ വിശ്വാസം കൊണ്ട് കർത്താവിന് പ്രസാദമായിരുന്നു. അബ്രഹാമിന്റെ വിശ്വാസം കർത്താവിനുണ്ടായിരുന്നു, പ്രസാദമായിരുന്നു. അത് അബ്രഹാമിനെ കുറിച്ച് അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേൻ റോമറിൽ ആമേൻ 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അബ്രഹാം കർത്താവിന് കൊടുത്തത് എന്തുവാ? ആമേൻ എടുത്ത് വായിച്ചാൽ 20-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ദൈവത്തിന്റെ വാഗ്ദത്തം നിങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ആമേൻ. അപ്പോൾ നോക്കുക, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ അവർ എന്ത് ചെയ്തു? ഒന്ന്, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട്. രണ്ട്, അബ്രഹാം ചെയ്തത് എന്തുവാ? ആമേൻ ദൈവത്തിന് മഹത്വം കൊടുത്തു. കർത്താവിന് കുറ്റം പറഞ്ഞില്ല വചനമിട്ടിരിക്കുന്നത്, കർത്താവിന് മുമ്പിൽ കുറവ് പറഞ്ഞില്ല വചനമിട്ടിരിക്കുന്നത്. ഒന്ന്, അബ്രഹാം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. രണ്ട്, ആമേൻ ദൈവത്തിന്റെ മുൻപിൽ ആമേൻ മഹത്വം കൊടുത്തു. അപ്പോൾ ശക്തിപ്പെടുവാൻ മാത്രമല്ല, വിശ്വാസത്തിൽ ബലപ്പെട്ടു പോകാൻ മാത്രമല്ല
പറയുന്നത്, ഈ വിശ്വാസയാത്രയിൽ കടന്നുപോയിക്കൊണ്ടേയിരിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ട മഹത്വം അവൻ വിശ്വസിക്കുന്ന ദൈവസഭ കർത്താവിന് വേണ്ടി കൊടുത്തിരിക്കണം. ഹല്ലേലൂയ. അബ്രഹാം ചെയ്തതാ, ചെല്ലുന്ന സ്ഥലങ്ങളെല്ലാം കർത്താവ് മഹത്വം കൊടുത്തു. എങ്ങനെ കൊടുത്തു പറഞ്ഞാൽ അബ്രഹാം ചെല്ലുന്ന കർത്താവ് മഹത്വം കൊടുത്തു. എങ്ങനെ കൊടുത്തു? ആമേൻ. അബ്രഹാം ചെല്ലുമ്പോൾ ആമേൻ അവിടെ ഒരു 5 ഏക്കർ സ്ഥലം വാങ്ങിച്ച് ആഴമായുള്ള ബേസ്മെന്റ് ഇട്ട് ആമേൻ ഏറ്റവും ആഴമായിട്ട് ആമേൻ 10 ഫ്ലോറിന്റെ ആമേൻ ബിൽഡിംഗ് എല്ലാം പണിഞ്ഞത്. ആമേൻ ചെല്ലുന്ന സ്ഥലങ്ങളെല്ലാം ആമേൻ ടെമ്പററി ആയാലും കർത്താവിന് വേണ്ടി ഒരു കൂടാരം അടിച്ചു. ഹല്ലേലൂയ. ആമേൻ. ലോത്ത് ചെയ്തത് എന്തുവാ? ആമേൻ താൻ നിയമിച്ച വാഗ്ദത്തങ്ങളിലേക്ക് കടക്കാതെ വണ്ണം ആമേൻ അവന്റെ കണ്ണിന് മുമ്പിൽ ആമേൻ കാണിച്ച ആ ദേശത്തിൽ സോദോമിലേക്ക് ആമേൻ ഈ ആമേൻ കൂടെ നടന്ന ഈ ലോത്ത് കുടുംബവും അവിടെ കടന്നു ചെന്നപ്പോൾ ആമേൻ ലോത്ത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് മാറി. ഹല്ലേലൂയ. ലോത്ത് ഇപ്പോ ബിസിനസ് ആരോടാ? ശില്പ. ബിസിനസ് ആരോടാ? ആ ദേശത്തിന്റെ ആ കാര്യങ്ങളുടെ പഞ്ചായത്തിന്റെ ആരായിട്ട് മാറി? ലീഡറായിട്ട് മാറി. ആമേൻ. കർത്താവിന് വേണ്ടി നടക്കേണ്ടിയവൻ ആമേൻ ഇപ്പോൾ അവിടെ വലിയൊരു ഭവനവും വെച്ച് വലിയൊരു ഫ്ലോർ വെച്ച് ആമേൻ പാപത്തിൽ കിടക്കുന്ന ദേശത്തോട് ചേർന്ന് അവരോട് അനുധാരിയായി ആര് മാറി? ലോത്ത് മാറി. പക്ഷെ വാഗ്ദത്തം കേട്ട് നടക്കുന്ന ഞാനും നീയും ലോത്തിനെ പോലെയല്ല വാക്കുകൾ കേട്ടിരിക്കുന്നത്. ഞാനും നിങ്ങൾ കേട്ടിരിക്കുന്നത് സ്വർഗത്തിന്റെ ശബ്ദമാണ്. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ ശബ്ദം കേട്ട് അബ്രഹാം ഇങ്ങനെ പറയുന്നു, ആമേൻ ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളെല്ലാം കർത്താവിന് വേണ്ടി കൊടുക്കുന്ന ആമേൻ മഹത്വത്തെ ഞാൻ കൊടുത്തിരിക്കും. അത് മമ്രയുടെ തോപ്പിൽ കടന്നപ്പോൾ അബ്രഹാം ചെയ്തെന്തുവാ? അവിടെയും കർത്താവിന് വേണ്ടി ചെയ്യേണ്ടത് കർത്താവിന് വേണ്ടി ചെയ്തു. ആമേൻ. അവിടെ ആമേൻ കർത്താവിന് വേണ്ടി ഒരുക്കുന്ന ആമേൻ ആ കൂടാരം കർത്താവിന് വേണ്ടി ചെയ്തിട്ട് ചെല്ലുന്ന സ്ഥലങ്ങളെല്ലാം കർത്താവിന് വേണ്ടി കൂടാരം അടിക്കുന്നവനായിരുന്നു. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ആമേൻ ചെല്ലുന്ന സ്ഥലങ്ങളെല്ലാം അബ്രഹാമിനോട് ചോദിച്ചാൽ ഇത് ചെയ്യുവാനുള്ള കാരണം എന്തുവാ? അബ്രഹാം പറയും, ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കുന്ന മഹത്വം കൊടുപ്പാൻ കർത്താവ് എന്നെ ഒരുക്കി വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആമേൻ നിങ്ങൾ നടക്കുമ്പോൾ, ഒരു വിശ്വാസ യാത്രയിൽ നടക്കുമ്പോൾ കർത്താവിന് വേണ്ടി കൊടുക്കുന്ന മഹത്വം കൊടുത്ത് നിങ്ങൾ സന്തോഷത്തോടെ പോകുവാൻ തയ്യാറായാൽ ആമേൻ നിങ്ങൾ എത്തേണ്ട ദേശത്തിൽ, നിങ്ങൾ എത്തേണ്ട സ്ഥലത്തിൽ ആമേൻ എത്തിപ്പിക്കുവാനുള്ള വഴിയായ ക്രിസ്തു നിങ്ങളുടെ മുൻപിലുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അബ്രഹാം കാണിപ്പാടുള്ള ദേശത്തെ കർത്താവ് പറഞ്ഞ ആദ്യം കാണാനൊന്നും കർത്താവ് ആരോട് പറഞ്ഞില്ല, അബ്രഹാമിനോട് പറഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ കർത്താവ് നമുക്ക് തെളിച്ചു പറഞ്ഞു, ആമേൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം കൊടുക്കാമെന്ന്. ഫൈനൽ ഡെസ്റ്റിനേഷനെ അബ്രഹാം ദൈവം കാണിച്ചില്ലെങ്കിൽ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് കർത്താവ് നമുക്ക് കാണിച്ചു കൊടുത്തു. ആമേൻ. അല്ലെങ്കിൽ ഈ ഡെസ്റ്റിനേഷനിൽ നടക്കുന്ന അബ്രഹാമിനെപ്പോൾ നാം നടക്കുമ്പോൾ അവൻ വിശ്വാസത്തിൽ നാം എല്ലാവരും ശക്തിപ്പെട്ട് നടന്നാൽ മാത്രം പോരാ, നാം കർത്താവിന് വേണ്ടി കൊടുക്കേണ്ട മഹത്വം കൊടുക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ 21-ാം വാക്യം വായിച്ചാട്ടെ. അവൻ വാഗ്ദത്തം ചെയ്തിട്ട് അവൻ പ്രവർത്തിപ്പാൻ ശക്തനായവനെന്ന് പൂർണ്ണമായി ആരുറച്ചു? അബ്രഹാം ഉറച്ചു. അടുത്തത് അതുകൊണ്ട് അവൻ അബ്രഹാമിന് അത് നീതിയായി കണക്കിട്ടു. അടുത്തത് അവന് ഇനി സഭയ്ക്കുള്ള ദൂതനെ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അടുത്തത് പൗലോസ് പറയുക, അബ്രഹാം വിശ്വാസത്തിൽ എന്തുവായിരുന്നു? 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ 24-ാം വാക്യം നമ്മെ 24-ാം വാക്യം 23 മുതൽ വായിച്ചാട്ടെ. അവന് ആമീൻ അബ്രഹാമിന് മാത്രം കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. എല്ലാവരും പറയുക, അവൻ ഒറ്റ ആളിന് വന്ന വിശ്വാസം അബ്രഹാമിന് വേണ്ടി മാത്രമല്ല, ഇപ്പോൾ വചനം വ്യക്തമായി പറയുന്നു, അവന് കാണിച്ചിട്ട് എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല. അടുത്ത വാക്യം നമ്മെ ആരെ വിചാരിച്ചും കൂടെ, നമ്മെ വിചാരിച്ചും കൂടെ അവൻ ആകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഒന്ന് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ യേശു മരണത്തിന് ഏൽപ്പിച്ചും അവൻ നമ്മുടെ നീതീകരണത്തിനായി അവൻ ഉയർപ്പിച്ചും ഇരിക്കുന്നു. ഹല്ലേലൂയ. അവൻ അവന്ന് 2 അനുഭവങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവൻ 2 സ്റ്റേജുകളായിട്ട് കർത്താവ് നമ്മോട് പറഞ്ഞത്. ഒന്ന്, അവൻ യേശു
യേശു മരിച്ചു. ആമേൻ. എപ്പോഴാണ് നമ്മൾ വിശ്വാസത്തിൽ പൂർണ്ണതയിലേക്ക് കടന്നു പോകുന്നത്? ആമേൻ. യേശു ക്രിസ്തു മരിച്ചു എന്ന് പറഞ്ഞ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പോകുവാനല്ല കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പോകുന്ന അനുഭവങ്ങളല്ല കർത്താവ് നമുക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അടുത്തത് പറയുക, ആമേൻ, അവൻ മരിച്ചു, മരണത്തിനെ ഏൽപ്പിച്ചു, മാത്രമല്ല നമ്മുടെ നീതീകരണത്തിനായി ഇപ്പോൾ ഉയർപ്പിച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ യേശു മരിച്ചാൽ മാത്രം പോല, യേശു ക്രിസ്തു ഉയർപ്പിച്ചാൽ മാത്രമേ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നാൽ മാത്രമേ ഒരു നീതീകരണം എനിക്കും നിങ്ങൾക്കും കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തു മരണം പാപങ്ങളുടെ ആമേൻ മോചനത്തിനായി മാറി. പക്ഷേ ആമേൻ ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവം നമ്മുടെ നീതീകരണത്തിന് വേണ്ടി മാറി. എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞാനും നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, ആമേൻ, അതിനകത്ത് കടന്നു വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ ഞാനും നിങ്ങളും നീതിമാനായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങൾ എന്തായി മാറിയിരിക്കുന്നു? എങ്ങനെ നീതിമാനായി മാറിയിരിക്കുന്നു? വിശ്വാസത്തിൽ ഞാനും നിങ്ങളും ഇപ്പോൾ നീതിമാനായി മാറിയിരിക്കുന്നു. ഇപ്പോൾ അബ്രഹാം കേട്ട ഐഡന്റിറ്റി ഇപ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന വാക്കിൽ ഇപ്പോൾ നമ്മൾ പറയുവാൻ തയ്യാറാകണം. യേശു ക്രിസ്തു മുൻപിൽ ഇപ്പോൾ ഞാൻ നീതീകരണം പ്രാപിച്ചതുകൊണ്ട് ഇപ്പോൾ യേശുവിന്റെ മുൻപിൽ ഞാൻ നീതിമാനായിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ നീതിമാനായിരിക്കുന്ന നിങ്ങൾ വിശ്വാസത്താൽ ഇപ്പോൾ നീതിമാനായി മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ വിശ്വാസത്തിന്റെ ഉള്ള ഘട്ടങ്ങൾ അവൻ കർത്താവ് വ്യക്തമായി പറയുന്നത്, അവൻ 24 എഴുതിയിരിക്കുന്നത്, അവൻ നമ്മെ അവൻ വിചാരിച്ചു കൂടെ ആകുന്നു. ഇപ്പോൾ ആര് കർത്താവിനെ വിചാരിച്ചു? പറഞ്ഞാട്ട് ആരെ വിചാരിച്ചു? പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പ്രസംഗിക്കുന്നത് ആരോട് വിചാരിച്ചു? നിങ്ങളെ കർത്താവ് വിചാരിച്ചു. കർത്താവ് നിങ്ങളെ താങ്ങി, നിങ്ങളെ കർത്താവ് ഓർത്തു. ആമേൻ. ഏകദേശം 2024 വർഷത്തിന് മുന്നമേ യേശു ക്രിസ്തു നിങ്ങളെ ഓർത്തത് കൊണ്ട് ആമേൻ നിങ്ങളെ നീതീകരണത്തിലേക്ക് മാറ്റുവാൻ വേണ്ടിയാ യേശു ക്രിസ്തു ഇപ്പോൾ കടന്നു വന്നത്. ആ പ്രമാണമായിരുന്നു എഫെസോസ് പട്ടണത്തിൽ നഷ്ടമായത്. അവർക്ക് കിട്ടാത്ത ഏറ്റവും വലിയൊരു മർമ്മം എന്തായിരുന്നു? ആമേൻ, അവർക്ക് നീതീകരണം ആമേൻ അവിടെ ഇരിക്കുന്ന ജനത്തിന് കിട്ടിയിട്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് അകത്ത് ചെന്നപ്പോൾ ആമേൻ അവർക്ക് കിട്ടേണ്ട നീതീകരണം അവർക്ക് കിട്ടിയപ്പോൾ ആമേൻ അവർക്ക് വേണ്ടി തുറക്കേണ്ട സ്വർഗ്ഗം അവർക്ക് വേണ്ടി തുറന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ആമേൻ നീതീകരണത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരും പ്രിയപ്പെട്ട കാര്യങ്ങൾ സ്വന്തം ചെയ്താട്ടെ. ആമേൻ യേശു ക്രിസ്തുവിന്റെ നീതിമാനായി മാറ്റപ്പെട്ടിരിക്കുന്ന ഞാൻ നിങ്ങൾ പറയണം, ആമേൻ എനിക്ക് വേണ്ടി കർത്താവ് സ്വർഗ്ഗത്തിന് ഓപ്പൺ ഡോറിനെ കർത്താവ് എനിക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. സന്തോഷമില്ല. ആമേൻ സ്വർഗ്ഗത്തിന് ഓപ്പൺ ഡോർ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ ആമേൻ പ്രസംഗിക്കുന്ന എനിക്ക് വേണ്ടി കർത്താവ് നീതീകരണം പ്രാപിച്ചിരിക്കുന്ന എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു. നീതീകരണം ആമേൻ സാധാരണമായിട്ട് വരത്തില്ല. ആമേൻ പാതാളത്തെ ജയിച്ചവനായിരുന്നു യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. ഹല്ലേലൂയ. ആമേൻ പാതാളത്തിൽ യേശു ക്രിസ്തുവിന്റെ മരണം സംഭവിച്ചപ്പോൾ പാതാളത്തിന് വിറയലുണ്ടായി. ഹല്ലേലൂയ. ആമേൻ യേശു ക്രിസ്തുവിന്റെ ക്രൂശമരണം സംഭവിച്ചപ്പോൾ നടന്നതെന്താണെന്ന് അറിയാമോ? പാതാളത്തിൽ ആമേൻ അടങ്ങിയിരുന്ന ആമേൻ ആ സ്ഥലത്തിന് ഒരു വിറയലുണ്ടായി. എന്താ വിറയലെന്ന് അറിയാമോ? യേശു ക്രിസ്തുവിന്റെ മരണം പാതാളത്തെ ജയിച്ച മരണമായിരുന്നു. ആമേൻ മരണത്തെ വിഴുങ്ങിയ ആമേൻ യേശുവിന്റെ മരണമായിരുന്നു. യേശു ക്രിസ്തു എപ്പോൾ തന്റെ ജീവനെ ക്രൂശിൽ നമുക്ക് വേണ്ടി കൊടുത്തു, ആ സെക്കൻഡിൽ തന്നെ മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേറ്റു. എത്ര പേര് വായിച്ചിട്ടുണ്ട്? മത്തായിയിൽ ഇട്ടിരിക്കുന്നു, കല്ലറകളെല്ലാം തുറന്നു. ഹല്ലേലൂയ. അതുവരെ വിശ്വാസ പ്രമാണത്തിന് വേണ്ടി നിന്ന നീതിമാൻ മുഖാന്തരത്തിൽ സകല പഴയ നിയമത്തിന്റെ സകല വിശുദ്ധന്മാരും യേശു ക്രിസ്തുവിന്റെ മരണം കടന്നു വന്നപ്പോൾ പ്രവചിച്ച സക്കറിയ മുതൽ ആമേൻ ദൈവത്തിന്റെ ആമേൻ യാഗപീഠത്തിലും യെരൂശലേമിലും ഇടയ്ക്ക് രക്തസാക്ഷിയായി മരിച്ച സക്കറിയ മുതൽ ആമേൻ ആ പ്രവചനം മുതൽ ആ പ്രവാചകൻ മുതൽ പഴയ നിയമത്തിലെ സകല വിശുദ്ധന്മാരും യേശു ക്രിസ്തു മരിച്ചപ്പോൾ ആമേൻ അവരെല്ലാം ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. 3 ദിവസം ആയില്ല പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു മരിച്ച ആമേൻ ആ സെക്കൻഡിൽ തന്നെ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത് വിശുദ്ധിക്ക് വേണ്ടി മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേറ്റു. കല്ലറകൾ തുറക്കപ്പെട്ടു. ആമേൻ യേശു മരണം വന്ന ആ സെക്കൻഡ് തന്നെ പാതാളത്തിൽ വിറയലുണ്ടായി. ഹല്ലേലൂയ എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ യേശുവിന്റെ മരണം ആമേൻ പാതാളത്തിന് വിറയലാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം ഇപ്പോൾ വ്യാപരിക്കുന്ന ആമേൻ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി മുഖാന്തരത്തിൽ ആമേൻ നമുക്ക് വേണ്ടി ഒരിക്കൽ സ്വർഗ്ഗത്തിൽ കടപ്പാടുള്ള നമ്മുടെ ഐഡന്റിറ്റി ആയിരിക്കുന്നു. അതാ കർത്താവ് നീതീകരണം എന്ന ആമേൻ വാക്കിനെ അവിടെ ഉപയോഗിക്കാനുള്ള കാരണം, പൗലോസ് ഉപയോഗിക്കാൻ കാരണം, ഇപ്പോൾ അബ്രഹാമിന് മാത്രം ആമേൻ യേശു ക്രിസ്തു മരിച്ചപ്പോൾ ഉയർത്തെഴുന്ന വിശുദ്ധന്മാർക്ക് മാത്രം ലഭിക്കുന്നതല്ല. ആമേൻ അവർ വിശുദ്ധന്മാരാണെങ്കിൽ ഇപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന
നമുക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞു. ഇത് നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് അറിയാമോ? യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്ന് നീ വാ കൊണ്ട് പറയുമ്പോൾ ആ നീതീകരണം നിനക്ക് വേണ്ടി കടന്നു വന്നു. ഹല്ലേലൂയ. ഇപ്പോൾ അടുത്തിരിക്കുന്ന കരങ്ങളെ കൊടുത്ത് പറഞ്ഞാട്ടെ, അവൻ ഈ കർത്താവിന് നീതിമാനായിരിക്കുന്നു. ആമേൻ. ആണെന്ന് പുറം കൊടുത്ത് പറയാം, അവൻ ഈ കർത്താവിന് മുൻപിൽ നീതിമാനായിരിക്കുന്നു. അല്ല, നിങ്ങൾ കർത്താവിന് മുൻപിൽ കാണുന്നവർ നീതിമാനായിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശു എനിക്ക് വേണ്ടി മരിച്ചു, യേശു എനിക്ക് വേണ്ടി മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന ഉയർപ്പിന്റെ ശക്തിയെ നാവ് കൊണ്ട് പറയുന്നവർക്ക് കർത്താവിന്റെ വലിയ നീതീകരണം കടന്നു വന്നിരിക്കുന്നു. ആമേൻ. അതാ 5-ാം അധ്യായം 1-ാം വാക്യം ഇട്ടിരിക്കുന്നു. റോമർ 5-ാം അധ്യായം ഇട്ടിരിക്കുന്നു. ഒന്ന് വായിച്ചാട്ടെ. 5-ന്റെ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും വിശ്വാസത്താൽ നീതിയിരിക്കുന്നു, നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഞാനും നിങ്ങൾ പറയുവാൻ തയ്യാറാകണം. ആമേൻ. ഞാൻ കർത്താവിന് മുൻപിൽ നീതിമാനായിരിക്കുന്നു. ആമേൻ. സാത്താൻ വന്ന്, കള്ള സാത്താൻ വന്ന് നിങ്ങളുടെ കാതിൽ പറയുന്ന നീതിമാനല്ലെന്ന്. ആമേൻ. പക്ഷെ നിങ്ങൾ പറയണം, ആമേൻ, ഞാൻ വിശ്വസിക്കുന്ന ആമേൻ യേശു എന്റെ ഉപരി ഞാൻ വിശ്വസിച്ച് എനിക്ക് വേണ്ടി ഉയർത്തേണ്ട യേശു എനിക്ക് വേണ്ടി ഉണ്ടെന്ന് ഞാൻ കരുതി നിൽക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പറയും, ആമേൻ, എന്റെ ഉപരിയായ ക്രിസ്തു എനിക്ക് വേണ്ടി കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ വചനത്തിലെ ആമേൻ 5-ാം വാക്യം, 1-ാം വാക്യം വായിച്ച 5-ാം അധ്യായം 1-ാം വാക്യം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ മൂലം നമുക്ക് ദൈവത്തോട് എന്തുണ്ട്? ദൈവത്തോട് സമാധാനം ഇല്ലാത്തവരെല്ലാം കൈ പൊക്കിട്ടേ. ആമേൻ. ദൈവത്തോട് സമാധാനം ഇല്ലാത്തവരെല്ലാം കൈകെത്തി നിങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട്, എന്റെ കർത്താവിന്റെ കൂടെ നിൽപ്പാൻ എനിക്ക് പൂർണ്ണമായുടെ സമാധാനത്തെ ക്രിസ്തുവിന്റെ മരണമുഖാന്തരത്തിൽ ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി ആ സമാധാനം ഞാൻ പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഈ സമാധാനം നഷ്ടപ്പെട്ടു പോകുവാനല്ല, ആമേൻ, നമുക്ക് തന്നെ ആത്മീയവർദ്ധനം ഉണ്ടാക്കണമെങ്കിൽ ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയ, ആമേൻ, നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമാധാനത്തിൽ ആഴത്തിൽ കടന്നു പോകുവാൻ നമ്മൾ ഈ കാലങ്ങളിൽ തയ്യാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമിനെ കർത്താവ് നീതിമാനായി മാറ്റിയതുപോലെ ആമേൻ ഇന്ന് വിശ്വസിക്കുന്ന ഏവർക്കും ഈ നീതീകരണത്തിലേക്ക് കടപ്പാൻ കർത്താവ് വലിയൊരു വഴിയെ ക്രിസ്തുവിന്റെ മരണമുഖാന്തരം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചു. ഹല്ലേലൂയ. ഇതല്ലാതെ വേറൊരു പ്രസംഗം എന്റെ കയ്യിലില്ല പ്രിയപ്പെട്ടവർ ഇന്ന് കൊടുക്കാൻ. ഹല്ലേലൂയ. ഈ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന പ്രിയപ്പെട്ട സഭയ്ക്ക് വേണ്ടി കൈമാറുവാൻ ഇതല്ലാതെ വേറെ പ്രസംഗം ഇന്ന് എന്റെ കയ്യിലില്ല. പക്ഷേ കർത്താവിന്റെ വചനം വ്യക്തമായി പറയുന്നു, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ആമേൻ കർത്താവ് ഒരുക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു ഹൃദയം തോന്നാത്ത പല വിഷയങ്ങളെ സ്വർഗ്ഗത്തിൽ നിന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്നു. അത് കാരണം എന്താണെന്നറിയാമോ? നീതീകരണം കടന്നു വന്നാൽ അടുത്തത് നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഓപ്പൺ ഡോർ ഓപ്പൺ ആയി. ഹല്ലേലൂയ. ആമേൻ. സ്വർഗ്ഗത്തിന്റെ ഡോർ ഓപ്പൺ ആയാൽ ആമേൻ നമുക്ക് പല വഴികൾ, ഏത് വഴികൾ അടഞ്ഞാലും നമുക്ക് വിഷയമല്ല. ആമേൻ. തുറക്കേണ്ടവൻ തുറന്നിരിക്കുന്നു, നടക്കുന്ന നാം നടന്നുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. എത്ര ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? എത്ര സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ട്? ആമേൻ. അതാ യൂദായില് ലേഖന പുസ്തകം എഴുതുമ്പോൾ ആമേൻ യൂദ ഇങ്ങനെ എഴുതുന്നു. ഒറ്റ അധ്യായമുള്ള യൂദായില് ആമേൻ എഴുതുന്നു, ആമേൻ, നിങ്ങളുടെ വിശ്വാസത്തിൽ മേൽ കടന്നു വരുന്ന ആമേൻ പോരാട്ടത്തിന്മേൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം? ആമേൻ. അറിഞ്ഞവരായിരിക്കണം. എടുത്ത് വായിച്ചാട്ടെ. യൂദായുടെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം വായിച്ചാട്ടെ. The book of Jude, chapter 1 അതിന്റെ verse 3 എന്ന് വായിച്ചാട്ടെ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചുള്ള നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ അപ്പൊ എല്ലാം ശ്രദ്ധിക്കട്ടെ. വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് വരവേൽപ്പിച്ചിരിക്കുന്ന ആമേൻ എതിനു വേണ്ടി പോരാടണം. അപ്പൊ നിങ്ങളുടെ പോരാട്ടം എതിനു വേണ്ടി ആയിരിക്കണം? ആദ്യത്തെ വാർ, ആദ്യത്തെ ആമേൻ നിങ്ങൾ ജയിപ്പാൻ ഇതിലായിരിക്കണം ഉറച്ച്. വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിച്ച് എഴുതുവാൻ ആർക്ക് ആവശ്യമെന്ന് തോന്നി? യൂദയ്ക്ക് ആവശ്യമെന്ന് തോന്നി. യേശുവിന്റെ കൂടെ വളർന്നവനായിരുന്നു യൂദ. ആമേൻ. യേശുവിന്റെ സഹോദരനായിരുന്നു. മറിയയും യോസഫിന്റെ ആമേൻ പുത്രനായിരുന്നു. യാക്കോബും മറിയയും ആമേൻ യോസഫിന്റെ പുത്രനായിരുന്നു. ഇവരെല്ലാവരും
എല്ലാവരും ആമേൻ വളർന്നു വരിക. വളർന്നു വരുമ്പോൾ ആമേൻ യൂദ ആമേൻ യേശുവിന്റെ മരണശേഷം, യേശുവിനെ പുനരുത്ഥാനം കഴിഞ്ഞ ശേഷം യൂദ ഇങ്ങനെ പറയുന്നു, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആമേൻ സകല പ്രയത്നം ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വിശ്വാസം ഒരിക്കലായി നമ്മുടെ കരങ്ങളിൽ പരമേൽപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഒന്നും വലിയൊരു വിശ്വാസ രീതികളും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഒറ്റ വിശ്വാസ പ്രമാണ രീതികളും ഓർഡർ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടി പോരാടണം, എന്തിനു വേണ്ടി ഓടണം? ആമേൻ അബ്രഹാമിനോട് ആമേൻ ചോദിക്കുമ്പോൾ അബ്രഹാം 25 വർഷം ഓടിയത് കാരണം എന്താണെന്നറിയാമോ? തനിക്ക് മുൻപിൽ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് ലഭിച്ച ശബ്ദത്തെ കേട്ട് അബ്രഹാം ഓടി. ഇനി എന്നെ ശ്രദ്ധിക്കട്ടെ, കേൾക്കട്ടെ. ആമേൻ കർത്താവിന്റെ ശബ്ദം കേട്ട് അബ്രഹാം എന്ത് ചെയ്തു? 25 വർഷം ഓടി. പക്ഷേ ഇവിടെ വാക്യം വായിക്കുമ്പോൾ ആമേൻ കർത്താവിന്റെ വരവ് വരെ ആമേൻ നിങ്ങൾ ഞാനും എന്ത് ചെയ്യണം? ആമേൻ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പോരാടണം. ആമേൻ. നിങ്ങളുടെ വിശ്വാസം ആർക്കും വേണ്ടി നിങ്ങൾ വിട്ടുകൊടുക്കല്ലേ പ്രിയപ്പെട്ടവരെ? ആമേൻ. നിങ്ങളുടെ വിശ്വാസം പ്രാപിച്ചിരിക്കുന്ന നീതികരണം ആർക്കും വേണ്ടി വിട്ടുകൊടുക്കല്ലേ? ആമേൻ. കർത്താവ് വചനം വ്യക്തമായി പറയുന്നു, വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പോരാടേണ്ടതെന്ന് ആമേൻ പ്രബോധിപ്പിച്ച് എഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. ആമേൻ. അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെ തളർത്തി കളയുവാൻ, നിങ്ങളുടെ യാത്രകളെ ക്ഷീണിപ്പിച്ച് കളയുവാൻ ആമേൻ വലിയൊരു പ്ലാനുമായി കടന്നു വരുന്ന ശത്രുവിന് മുന്നിൽ പറയണം, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിനാൽ ഞാനിപ്പോൾ നീതീകരണം പ്രാപിച്ചിരിക്കുന്നു. ഈ വിശ്വാസത്തിന്റെ കരങ്ങൾ പ്രാപിച്ച് നടക്കുമ്പോൾ ആമേൻ, ഈ വിശ്വാസത്തിന്റെ സന്തോഷത്തിൽ ഞാൻ നടക്കുമ്പോൾ ആമേൻ, ഇതിൽ നിന്ന് ഞാൻ വീണു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. ആമേൻ. വിളിച്ചവൻ ആരാണെന്ന് അറിഞ്ഞിരിക്കുന്നു. എന്റെ യേശു ഉപനിധി ആമേൻ, ആ വരുന്ന നാൾ വരെ എന്നെ നടത്തുവാൻ കർത്താവ് വിശ്വസ്തൻ. ഹല്ലേലൂയ. യേശുവിന്റെ വരവ് വരെ നമ്മൾ നടത്തുവാൻ ആരാ വിശ്വസ്തൻ? അപ്പൊ നിങ്ങൾ എന്താ വിശ്വസത കാണിക്കേണ്ടത്? അബ്രഹാം വിശ്വസത കാണിച്ച് 25 വർഷം നടന്നു. പക്ഷെ ലോകത്തിന്റെ അകത്ത് വിശ്വസത നഷ്ടപ്പെട്ടു, ഇല്ലേ? അതുകൊണ്ട് സോദോമിലേക്ക് കടന്നു പോയത്. പക്ഷെ വിശ്വാസം നഷ്ടപ്പെടാത്ത അബ്രഹാം ആമേൻ തന്റെ സന്തതിയുമായി കാനാനിലേക്ക് കടന്നു. ഹല്ലേലൂയ. അബ്രഹാമിന് ആ സമയത്ത് ആമേൻ കിട്ടാത്ത അടുത്ത വാഗ്ദത്തത്തിന്റെ തലങ്ങൾ ആമേൻ വരുന്ന തലമുറകൾ എല്ലാവരും പ്രാപിച്ചു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് നമ്മൾ ഇടുന്ന വിതകൾ, ആമേൻ, ഇന്ന് നിങ്ങൾ ആമേൻ പല വർഷങ്ങൾ മുമ്പിൽ കേട്ട് വിശ്വാസത്താൽ നിങ്ങൾ കടന്നു വന്നിരിക്കുന്ന വിതകൾ കേട്ട് ആമേൻ പലവിധമായ അനുഭവങ്ങൾ അനുഭവിച്ച് ഇപ്പോൾ വിശ്വാസ ഓട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ പറയണം, എന്റെ വിശ്വാസത്തിന് വേണ്ടി ഞാൻ എപ്പോഴും വിളവെടുത്ത് പോടുന്നവനായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഈ പോരാട്ടത്തിന്മേൽ ശത്രു കടന്നു വിട്ടു വരുമ്പോൾ ഈ പോരാട്ടത്തിൽ നാം തോറ്റു പോകുവാനല്ല, നാം ജയിക്കുന്നവരായി എപ്പോഴും നടക്കുവാൻ തയ്യാറാകട്ടെ. പലരും നിന്ദിച്ചിരിക്കാം, പല വാഗ്ദത്തം കേട്ടു, എവിടെ പോയി? അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കാം. ആമേൻ. വാഗ്ദത്തങ്ങൾ കേട്ട് എങ്ങോട്ട് പോയി? വാഗ്ദത്തം ചെയ്തവൻ എന്തിയെ? ആമേൻ. യേശു വരാമെന്ന് കടന്നിട്ട് പോയി. ഇത് യേശുവിന്റെ വരവ് എന്ത് ചെയ്ത്? പലരും പലവിധമായ പ്രമാണം പറഞ്ഞ് നടക്കുമ്പോൾ ഇന്ന് പലരും പറയുന്നു ആമേൻ ഹല്ലേലൂയ, തൃത്വത്തിലെ ആമേൻ ഇരിക്കുന്ന അനുഭവത്തെ വേർതിരിച്ച് പലരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാ നാമത്തിൽ സ്നാനം കഴിച്ച എനിക്കും നിങ്ങൾക്കും വലിയൊരു സ്വർഗ്ഗത്തിന്റെ മുദ്ര നമ്മുടെ മേൽ കർത്താവ് വെച്ചിട്ടുണ്ട്. ഐഡന്റിറ്റിയോട് നടക്കുമ്പോൾ ഈ ഐഡന്റിറ്റിയെ നഷ്ടപ്പെടുത്തുവാൻ ശത്രു പലവിധമായ തന്ത്രങ്ങളിട്ട് വരുമ്പോൾ ഇതിനകത്ത് വീണുപോകല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനായിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ ഈ അനുഭവങ്ങൾ പറഞ്ഞ അടുത്തത് ആമേൻ യൂദ ഇങ്ങനെ എഴുതുന്നു. ആമേൻ അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേൻ യൂദയുടെ പുസ്തകം ആമേൻ 1-ാം അധ്യായത്തിൽ തന്നെ 20-ാം വാക്യം 21-ാം വാക്യം വായിച്ചാട്ടെ. 20-21. നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ, അപ്പോൾ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വിശ്വാസം എങ്ങനത്തെ വിശ്വാസമാ? അതിവിശുദ്ധ. അപ്പോൾ സ്പെഷ്യൽ നീതികരണത്തിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം ഇപ്പോൾ എങ്ങനായിരിക്കുന്നു? അതിവിശുദ്ധ. സംതിങ് സോ സുപ്പീരിയർ. ആമേൻ. എന്തായിരിക്കുന്നത്? സുപ്പീരിയറിലേക്കായിരിക്കുന്നു, ഏറ്റവും ഉന്നതമായിരിക്കുന്നു. ആമേൻ. അതിവിശുദ്ധം എന്ന് വെച്ചാൽ സാധാ വിശുദ്ധമല്ല അവിടെ പറയുന്നത്. ആമേൻ. വിശ്വാസത്തെ എന്താ പറഞ്ഞിരിക്കുന്നു? അതിവിശുദ്ധമായ നിങ്ങളുടെ വിശ്വാസം, ഇല്ലേ? അതിവിശുദ്ധ വിശ്വാസത്തെ ആമേൻ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധനം വരുത്തിയും
സൂക്ഷിച്ചുകൊള്ളും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് ആമേൻ നഷ്ടപ്പെടുത്തിയാലും കുഴപ്പമില്ല, വിശുദ്ധിയും ആമേൻ വിശ്വാസവും നിങ്ങൾ നഷ്ടപ്പെടുത്തല്ലേ. ലോകത്തിൽ ഏത് അനുഭവങ്ങൾ നിങ്ങൾ പ്രാപിച്ച, ഏത് പ്രോപ്പർട്ടികൾ നഷ്ടമായാലും കുഴപ്പമില്ല, എത്ര അനുഭവം വന്നാലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ വിശുദ്ധിയും ആമേൻ നിങ്ങൾ നഷ്ടപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഇത് പറയുക, യേശു ക്രിസ്തുവിന്റെ വരവ് വരെ ഈ സ്നേഹത്തിൽ ആരെ നിലനിൽക്കണം? ഈ സ്നേഹത്തിൽ ആര് നിലനിൽക്കണം? ഞാനും നിങ്ങളും നിലനിൽക്കണം. അതല്ലേ പറയുന്നത്. നമ്മുടെ കർത്താവായ 21-ാം വാക്യം, ജൂഡ് chapter 1 verse 21, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആമേൻ കരുണയ്ക്കായി കാത്തിരിക്കുന്നു കൊണ്ട് ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ നിങ്ങൾ ചെയ്യുവിൻ. സൂക്ഷിച്ച്. ഇപ്പൊ സൂക്ഷിക്കേണ്ടത് ആരാ പ്രിയപ്പെട്ടവരെ? പറഞ്ഞാൽ സൂക്ഷിക്കേണ്ടത് ആരാ? നമ്മളാ. ആമേൻ. എന്തിനാ സൂക്ഷിക്കേണ്ടത്? ആമേൻ. വചനം വ്യക്തമായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട്. ആമേൻ. അപ്പോ കരുണ ലഭിച്ചവരാ നാം. പക്ഷെ ഈ ഒരു കരുണ, എങ്ങോട്ട് പോകുവാനുള്ള കരുണ? ആമേൻ. സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുവാനുള്ള കരുണ ലഭിക്കുന്ന ആ ദിവസം വരെ ആമേൻ ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ നിങ്ങൾ ചെയ്യുവിൻ, സൂക്ഷിക്കുവിൻ. ആമേൻ. നിങ്ങളെ തന്നെ നിങ്ങൾ ചെയ്യുവിൻ, സൂക്ഷിക്കുവിൻ. You should protect yourself in the love of God. ആമേൻ. ആമേൻ. നിങ്ങളെ തന്നെ നിങ്ങൾ ചെയ്യുവിൻ, ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ നിങ്ങൾ ചെയ്യുവിൻ, സൂക്ഷിച്ചുകൊള്ളുവിൻ. എത്ര പേർ അതിനുവേണ്ടി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ? സൂക്ഷിക്കാത്തവനെല്ലാം സോദോമിലേക്ക് പോയി. ആമേൻ. സോദോമിലേക്ക് പോയവനെ ഓർത്ത് പ്രാർത്ഥിച്ച ഒരു അബ്രഹാമിനെ അവിടെ കാണുവാൻ കഴിയും. പക്ഷേ ഇന്ന് ഞാൻ പറയട്ടെ, വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി പലരും കർത്താവിനെ വിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, പലരും മാറിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ കൂട്ടത്തിലേക്ക് പോകുവാനല്ല കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ചെറിയൊരു കൂടാരമായാലും മഹത്വം നിറഞ്ഞ വിശ്വാസത്തിന്റെ വില കൊടുത്ത് വിശുദ്ധിക്ക് വേണ്ടി നടക്കുന്ന ഒരു വലിയൊരു കൂട്ടരായി നമ്മൾ മാറട്ടെ. അബ്രഹാം ചെറിയൊരു കൂടാരമേ ഉള്ളൂ. അബ്രഹാം ഇത്ര ധനവാനായിരിക്കുന്ന ചെറിയൊരു കൂടാരമേ ഉള്ളൂ എന്ന് പറഞ്ഞ അബ്രഹാം പറയും, ആമേൻ, എനിക്ക് ദൈവം കാണിക്കുന്ന ദേശം ഇതുവരെ എന്റെ കണ്ണുകളിൽ വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ നമ്മൾ എന്ത് നേടിയാലും തന്റെ സ്വന്തം ആത്മാവിനെ നേടാത്തവനൊന്നും സ്വർഗ്ഗരാജ്യത്തിൽ കടന്നു പോകത്തില്ല. ഹല്ലേലൂയ. ഇനി എത്ര പേര് നേടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവിന്റെ വരവ് വരെയും നാം നമ്മെ തന്നെ സൂക്ഷിച്ച് കർത്താവിന് മുൻപിൽ വില കൊടുത്ത് മഹാവിശുദ്ധമായ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നവരായി കാലങ്ങൾ മാറട്ടെ. അബ്രഹാമിന്റെ കാലങ്ങളിൽ നടന്ന ഏറ്റവും ജയം അതായിരുന്നു. വിശ്വാസത്തിന് വേണ്ടി നല്ലൊരു പോർ ഈ അബ്രഹാം ചെയ്തു തീർത്തു. അതാ പൗലോസ് പറയുന്നത്. തന്റെ ലാസ്റ്റ് സ്റ്റേജ് വന്നപ്പോൾ പൗലോസ് വ്യക്തമായി എഴുതി വെച്ചു, വിശ്വാസത്തിന്റെ നല്ല പോർ ഞാൻ പൊരുതി. ഞാൻ എന്ത് ചെയ്തു? ഓട്ടം തികച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിക്കുമായിരുന്നു, ഇത്ര പൂർണ്ണമായ ഉറപ്പ് എവിടെ നിന്ന് കിട്ടി? പൗലോസിന് എവിടെ നിന്ന് കിട്ടി? ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് എത്ര പേർ കൈ ഉയർത്തുന്ന അറിയത്തില്ല. അടുത്ത 8 മണിക്കൂറിനകം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാഹള ശബ്ദമായി കടന്നു വന്നാൽ എത്ര പേരെടുക്കപ്പെടും? ഹല്ലേലൂയ. ഇതാ നമ്മുടെ ഉറപ്പെന്ന് പറയുന്നത്. പക്ഷെ അബ്രഹാമിനോട് ചോദിച്ചു, അബ്രഹാം പറയും, ഹല്ലേലൂയ, എന്റെ സ്ഥാനം കിട്ടുന്നവരെ ഞാൻ കർത്താവിന് വേണ്ടി ഓടും. ഹല്ലേലൂയ. എത്ര പേര് പറയാൻ കഴിയുന്നുണ്ട്? പ്രിയപ്പെട്ട, ഇതാ വിശ്വാസത്തിന്റെ വേണ്ടി പോരാടുന്ന പോരാട്ടം എന്ന് പറയുന്നത്. നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഉറപ്പായിരിക്കണം, ഞാൻ പ്രാപിച്ചിരിക്കുന്ന വിശ്വാസം ഏറ്റവും മഹാവിശുദ്ധമായ ഒരു വിശ്വാസമാണ്. വിശുദ്ധമായ വിശ്വാസം, വിശുദ്ധി. ഇന്ന് ക്രിസ്തു പാപം ഒഴികെ, എല്ലാവരും പറഞ്ഞാൽ പാപം ഒഴികെ സകലത്തെയും മനുഷ്യൻ അനുഭവിക്കും. സകല കഷ്ടങ്ങൾ എത്ര അനുഭവിക്കാൻ കഴിയുമോ അതിനും മീതെ യേശു അനുഭവിച്ചു. പാപം മാത്രമേ ഉള്ളൂ യേശു അനുഭവിക്കാത്തത്. ആമേൻ. യേശു ക്രിസ്തു പാപം മാത്രമേ ഉള്ളൂ അനുഭവിക്കാൻ. പാപം മാത്രമേ യേശു ചെയ്യാത്തത്. പക്ഷേ അത് തുല്യമായി, അതിന് മാറ്റമായി സകല ദുഃഖങ്ങളും സകല ഭാരങ്ങളും ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി ചിന്തിച്ചു. അല്ലെങ്കിൽ യേശു നമുക്ക് വേണ്ടി ചിന്തിച്ചു ചെയ്തു. പാപം ഒഴികെ സകലത്തിലും കർത്താവ് നമുക്ക് എന്ത് ചെയ്തു? നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു. ഈ പരീക്ഷിക്കപ്പെട്ട യേശുവിനെ നമ്മളെല്ലാം ഉയർത്തുവാൻ കടന്നു വന്നിരിക്കുന്നത്. ഇനി എത്ര പേർ പറയാൻ കഴിയുന്നുണ്ട്? ആ മഹാവിശുദ്ധമായ വിശ്വാസത്തെ, ക്രിസ്തുവിന്റെ വിശുദ്ധമായ ശരീരം എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടത് കൊണ്ട് ഞാൻ വിശ്വാസത്തിൽ മുഖാന്തരത്തിൽ അവിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി അനീതികരണം ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നു. സന്തോഷമില്ല, സന്തോഷമില്ല. നീതികരണം എനിക്ക് വേണ്ടി കർത്താവ് വില കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, നിനക്ക് വിലയില്ലാതെ നീ ഫ്രീ ആയിട്ട് എടുത്തു. വിശ്വസിച്ച് നീ കൃപയാൽ ഞാൻ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. പക്ഷേ നീതി
മുതൽ ആമേൻ ഗോൽഗോഥ വരെ കർത്താവ് നമുക്ക് വേണ്ടി പല കഷ്ടാനുഭവങ്ങൾ തന്റെ ശരീരത്തിൽ വഹിച്ചു. എത്ര പേര് ഓർക്കുവാൻ കഴിയുന്നുണ്ട്? ഇത്ര യാഗം കൊടുത്ത ഈ വിശുദ്ധ വിശ്വാസത്തെ കർത്താവ് നമുക്ക് വേണ്ടി കൈമാറിയത്. ആമേൻ ഇന്ന് പറയുവാൻ തയ്യാറാകുന്ന ദൈവജനം പറഞ്ഞട്ടെ, ആമേൻ കർത്താവിന്റെ വരവ് വരെ ആമേൻ എന്നെ നടത്തുവാൻ ആമേൻ ആ പ്രത്യാശയോട് എന്റെ യേശു എനിക്ക് വേണ്ടി വരുമെന്നുള്ള സന്തോഷത്തോടെ എത്ര പേര് പറയുവാൻ കഴിയുന്നുണ്ട്? എന്റെ യേശു എന്റെ